മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഇന്ന് ദുഃഖശനിയാഴ്ച നമ്മൾ ആചരിക്കുകയാണ്. ദുഃഖശനിയുടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദുഃഖശനിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ പുത്തൻ വെള്ളവും പുത്തൻ തിരിയുമൊക്കെ വെഞ്ചരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. കഴിഞ്ഞത് തീർന്നു, പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആചരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല മനുഷ്യന്റെ അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു പോകരുത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഇനി പുതിയൊരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനുള്ള ഒരു വിളിയാണ് ഈ ദുഃഖശനിയാഴ്ച കർത്താവ് ഈശോ മിശിഹാ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ ദുഃഖശനിയാഴ്ച നിശബ്ദതയുടെ ഒരു ദിവസമാണ്. കർത്താവ് ഈശോ മിശിഹാ അടക്കം ചെയ്തിരിക്കുന്ന അവസ്ഥ. കർത്താവിന്റെ അമ്മ സ്വന്തം ഭവനത്തിലാണ്, എവിടേക്കും ഓടുന്നില്ല, നിശബ്ദയാണ്. ഒരു നിശബ്ദതയുടെ അനുഭവമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് കുരിശിലെ ഈശോയുടെ സ്നേഹം തന്നെയാണ്. എനിക്ക് വേണ്ടി എന്തുമാത്രം പീഡകൾ എൻ്റെ കർത്താവ് ഏറ്റെടുത്തു എന്ന് ഞാൻ നിശബ്ദതയിൽ ധ്യാനിക്കേണ്ട ദിവസമാണ് ഈ ദുഃഖശനിയാഴ്ച. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ സഹനങ്ങൾക്കും ശേഷം, എല്ലാ സഹന അനുഭവങ്ങൾക്കും ശേഷം ഒരു നിശബ്ദതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി കണ്ണുനീർ അനുഭവങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ കണ്ണുനീർ അനുഭവത്തിന്റെ വേദനയുടെ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയതിനു ശേഷം ഒരു നിശബ്ദത നമുക്കുണ്ടാവണം. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ സഹനം വന്നത് എന്ന്, ദൈവം ഈ സഹനം എനിക്ക് തന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്നും ധ്യാനിക്കാനുള്ള നിശബ്ദതയുടെ നിമിഷങ്ങളായി ഓരോ സഹനങ്ങൾക്കും ശേഷം നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച പഠിപ്പിക്കുകയാണ്. നിശബ്ദതയിലാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് നിശബ്ദതയിലാണ്. ഈ ദുഃഖശനിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് നിശബ്ദരാകാം, കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിക്കാം. എന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവം എനിക്ക് എന്തിനു തന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കാലുവെക്കാം. കരങ്ങൾ കൂപ്പാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. നിശബ്ദതയിൽ അങ്ങയുടെ സ്നേഹത്തെ ധ്യാനിക്കുവാനും ആ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാനും പുതിയൊരു ജീവിതം നയിക്കുവാനും കൃപ ഇവർക്ക് നൽകണമേ. ആമേൻ.